കഴിച്ചിട്ടുണ്ടാവില്ല ഇതാരും. എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി ടേസ്റ്റ് പറയാം. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലാൽ ചിക്കൻ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കറിയല്ല, ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മളതിൽ അധികം പൊടികളൊന്നും അധികം ചേർത്തുന്നില്ല, അതുപോലെ മുളക് പൊടി ചേർത്തുന്നില്ല, മല്ലിപ്പൊടി ചേർത്തുന്നില്ല. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളം ചേർക്കില്ല കേട്ടോ, വെള്ളം തീരെ പാടില്ല. അങ്ങനെ ഒരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് ഐറ്റംസ് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാൻ എന്തൊക്കെ വേണ്ടെന്നൊന്ന് പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കൻ. ഞാൻ ഇവിടെ 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ ഉള്ളി, പച്ചമുളക്, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി, കടുക്, പെരുംജീരകം, പട്ട പൊടിച്ചത്, അതേപോലെ ഉള്ളി, വെളുത്തുള്ളി, ഉപ്പ്, ഗരം മസാലപ്പൊടി, ഇഞ്ചി, എണ്ണ, തേങ്ങ ചുട്ടെടുത്തതാണ് തേങ്ങ, അതുപോലെ കറിവേപ്പില. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. എല്ലാം നമുക്കിതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇവിടെ നമ്മൾ ചതച്ചെടുക്കേണ്ടതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ഇടുന്നുണ്ട്. ഇതിൽ ഞാൻ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്. അത് നല്ല പോലെ പുരട്ടി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പാൻ അടുപ്പിൽ വെക്കാം. കുറച്ച് കട്ടിയുള്ള പാത്രം വെക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. വെള്ളം ഒഴിക്കാത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് അടി പിടിക്കും. അപ്പോൾ കട്ടി വേണം. നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒഴിക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം, നല്ലപോലെ 1 ടീസ്പൂൺ. പെരുംജീരകം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്, നല്ല മണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പട്ട പൊടിച്ചത് കുറച്ച് ഒരു നുള്ള് പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് തേങ്ങ ചേർക്കാം.
അപ്പോൾ ഇവിടെ ഏകദേശം നല്ല പോലെ ആയിട്ടുണ്ട്. നല്ല മണം, കമകമാന്ന് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ, നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ ഇതിൽ ഇട്ട് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല, ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വരുമല്ലോ, അപ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കാത്തതല്ലേ, അപ്പോൾ അടിപ്പിടിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ വേവട്ടെ, അടച്ചു വെക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ലാൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ടേസ്റ്റ് ചെയ്യാൻ ഫൈസലിനെ വിളിക്കാം. അപ്പൊ ഫൈസലെ ടേസ്റ്റ് ചെയ്യാൻ വരൂ. ചേച്ചി, ഒരു അടിപൊളി ചിക്കൻ. അടിപൊളി ചിക്കൻ കറിയല്ല അല്ലേ? അല്ലല്ല, ഡ്രൈ ആയിട്ട്. ലാൽ ചിക്കൻ. ലാൽ ചിക്കൻ എന്ത് ഉദ്ദേശത്തിലാണ് ഈ പേരിട്ടിരിക്കുന്നത്? അത് എന്റെ ഭാവനയിൽ എനിക്ക് കണ്ടു. ഭാവനയില് ബാക്കി പ്രേക്ഷകർ പറഞ്ഞോളും. ബാക്കി പ്രേക്ഷകർ പറയും. അപ്പൊ ഞാൻ എന്തായാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ലാൽ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കാൻ പോകുന്നത്. എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ കഴിച്ചു നോക്കാണ്. കഴിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. ലാൽ ചിക്കൻ കഴിച്ചിട്ടുണ്ടാവില്ല ഇതാരും. എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി ടേസ്റ്റ് പറയാം. ഒരു വെറൈറ്റി തന്നെയാണ്. നമ്മള് വെള്ളം തൊടണില്ല, മല്ലിപ്പൊടിയില്ല, മുളക് പൊടിയില്ല. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഡയറക്റ്റ് ഇടാത്തോണ്ട് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ ഇന്നലെ ഒരു ഗസ്റ്റ് വന്നപ്പോൾ അത് ഉണ്ടാക്കി, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ. മതി. സമാധാനത്തിൽ കഴിക്കൂ. കഴിച്ചിട്ട് പറഞ്ഞാൽ മതി, ധൃതിപ്പെടണ്ട. എല്ലാം കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇതും ഇതേപോലെ ബീഫ് വെക്കാൻ പറ്റുമോ? ബീഫും വെക്കാം. മട്ടനോ? മട്ടനും വെക്കാം. പക്ഷെ മട്ടൻ വെക്കണമെങ്കിൽ നേരത്തെ കുക്ക് ചെയ്ത് വെക്കാം. അതിന് കുറച്ച് വേവ് കൂടുതലല്ലേ, അതുകൊണ്ട് കുറച്ച് ഇതാവണം. അതിനേക്കാൾ നല്ല ചിക്കൻ ആണ് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. പക്ഷെ നമുക്കൊന്ന് മട്ടൻ ഒന്ന് ട്രൈ നോക്കിയാലോ? ട്രൈ ചെയ്ത് നോക്കാം. മട്ടൻ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചിക്കനാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. മട്ടൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ മസാല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ അടിപൊളിയായിരിക്കും. അതെ, മസാല നന്നായിരിക്കും. വേറെ ഒന്നും നമുക്ക് പറയാനില്ല. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ അറിയിക്കുക. അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അടുത്ത അടിപൊളി വീഡിയോ ആയി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.